ഹായ് ഡിയേഴ്സ്, ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ചെറിയ പ്രശ്നമുണ്ടാകുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കെന്തായാലും ഒന്ന് കാർഡൊന്ന് ഷഫിൾ ചെയ്ത് നോക്കാം. പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, നമുക്കിതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് സോഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഞാനീ പറയാൻ പോകുന്ന കാർഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കും. ഇത് ഒരു 7 ഓഫ് സോഡ്സ് എന്നാണ്. ഒരു വഞ്ചനാപരമായ ഒരു കാർഡാണ് നിങ്ങൾക്ക് അതിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊരു റോങ് പേഴ്സണെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ ചതിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാര്യം നിങ്ങളറിയാത്ത പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് പറയുകയും അവരുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തി കെട്ടുകയും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ മോശക്കാരാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു മോശം റിലേഷൻഷിപ്പാണിത്. എനിക്കിത് ഇത് എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവും എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്ന മെസ്സേജാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു മുൻകരുതലെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നിങ്ങൾ ഒന്നും കൂടി നിരീക്ഷിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റോങ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുക. എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുന്നത് വരെ അവരതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളതിന് വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങളൊരു മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയും അത് നിങ്ങൾ വളരെ ഒരു റോങ് പേഴ്സൺ ആണെന്ന് മറ്റുള്ളവർക്കുള്ളിൽ വരുത്തി തീർക്കാൻ അവർക്ക് പ്രത്യേക കഴിവാണ്. ഇവർ ആരോടാണ് സംസാരിക്കുന്നത് അവരെയെല്ലാം ഇവരുടെ പ്രഭാവലയത്തിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ ചിന്തിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കരുത്. മറ്റുള്ളവരെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുക. പല സോഷ്യൽ നെറ്റ്വർക്കുകളിലും ഇവർ നിങ്ങളെ വഞ്ചിക്കാനുള്ള ചാൻസ് ഈ കാർഡിലൂടെ ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ അന്ധനാക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വഞ്ചിതരാവാതിരിക്കുക. കീപ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. മറ്റുള്ളവരെ ഡിസിഷൻ എടുക്കാൻ അനുവദിക്കാണ്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഡിയേഴ്സ്.